എന്തുകൊണ്ട് ഫ്രജൈൽ 5-ൽ ഭാരതം 10 വർഷം മുമ്പ് കിടന്നിരുന്നു? അതുപോലെ തന്നെ എന്തുകൊണ്ട് ആ ഫ്രജൈൽ 5-ലേക്ക് പോകാനൊരു സാഹചര്യമുണ്ടായി? തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഈ സാമ്പത്തിക പരിഷ്കരണങ്ങളെല്ലാം തന്നെ ഒരു തുടർച്ചയായ വർഷങ്ങളായുള്ള സർക്കാരുകളുടെ ഒരു തുടർച്ചയാണ് ഈ സാമ്പത്തിക പരിഷ്കരണങ്ങൾ എന്നിരിക്കെ തന്നെ എന്തുകൊണ്ട് ആ ഫ്രജൈൽ 5-ലെത്തി? അത് കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? സുപ്രധാനമായൊരു നിരീക്ഷണം അദ്ദേഹം നടത്തിയിരിക്കുന്നു. എന്താണ് താങ്കളുടെ വിശദീകരണം അതിൽ? ഐസൺ, ഞാൻ ആഗ്രഹിച്ചത് 4 ട്രില്യൺ എക്കോണമിയെ സംബന്ധിച്ച് പറഞ്ഞു തുടങ്ങണം എന്നാണ്. പക്ഷേ അങ്ങനൊരു ചോദ്യം വന്നുകൊണ്ട് ആദ്യം തുടങ്ങാം, കാരണം അത് കണക്റ്റഡാണ്. 2013 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മോർഗൻ സ്റ്റാൻലി ആണ് അത്തരത്തിലൊരു ഫ്രജൈൽ 5 എന്നൊരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അറൗണ്ട് 5 റീസൺസ് ഓഫ് സംതിങ്. അതിൽ വൺ ഓഫ് ദ റീസൺസ് ആയിട്ട് ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഹെവി ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നതാണ്. അതായത് 2013 അത് ഡോക്ടർ മോഹൻ വർഗീസ് ഇവിടെ സൂചിപ്പിച്ചു. അതിൻ്റെ കാലഘട്ടം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ലോകത്ത് തന്നെ ഒരു വലിയ മാന്ദ്യം ഉണ്ടായ സമയത്ത് ആ മാന്ദ്യത്തെ നമുക്ക് ഇന്ത്യയിൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ അതൊരു ഒട്ടും തന്നെ അത് വന്നിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും നമ്മുടെ ഒരു നയം തന്നെയായിരുന്നു, അല്ലേ? നമ്മൾ ഗ്ലോബലൈസേഷൻ, അതോടൊപ്പം തന്നെ പ്രൈവറ്റൈസേഷൻ, അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന പോലെ ആഗോളവൽക്കരണം, LPG എന്ന് പറയുന്ന ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, അങ്ങനെ ഒരു ആസ്പെക്റ്റ് നമ്മൾ സ്വീകരിച്ചിരുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗ് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ഹാർവാർഡ് സർവകലാശാല നമുക്കറിയാവുന്ന പോലെ അദ്ദേഹത്തിൻ്റെ പേരിലൊരു സ്കോളർഷിപ്പ് തന്നെ കൊടുക്കുന്നുണ്ട്. അത്രയും മികച്ച ഒരാൾ ആയിരുന്നു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഇന്ത്യ ഒരു ഫ്രജൈൽ 5 തീരാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഈ ശിവശങ്കർ പറഞ്ഞതുപോലെ ഇവിടുത്തെ പൈസ അവിടെ കൊണ്ടുപോയി ഒരുപാട് പണയം വെച്ചു എന്നുള്ളതല്ല. അവിടെ ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമാണ്. അപ്പോൾ അതിൻ്റെ റിട്ടേൺസ് ഉണ്ടാവുമല്ലോ. വെൻ വി ഇൻവെസ്റ്റ് ഇൻ സംവെയർ, നോർമലി ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിൽ നിന്നുള്ളൊരു ബേസിക് എക്കണോമിക്സ് ആണിത്. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ ലീഡ് ടു പ്രോഫിറ്റ്സ്, അതിന് സംശയമില്ല. ആൻഡ് റിട്ടേൺസ് അത് എല്ലായിടത്തും ഉണ്ട്. അപ്പം ഇനി നമുക്ക് അതിലേക്ക് വരാം. അതുകൊണ്ട് എനിക്ക് ഈ ഫ്രജൈൽ 5 എന്ന് കേട്ടപ്പോൾ പേടിയെന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞത് ഇതൊരു സർക്കാരിൻ്റെ മാത്രം ഒരു വിജയമല്ല, ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സിലൂടെ കടന്നു വരുന്നത്. എക്കണോമിക് ഡെവലപ്മെൻറ്റ് അങ്ങനെയാണ്. പക്ഷേ എന്നെ ആശങ്കപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ 4 ട്രില്യൺ എന്നൊക്കെ നമ്മളിങ്ങനെ ഈ പേരൊക്കെ നാട്ടുകാർ ജനങ്ങളെ പറ്റിക്കാൻ എളുപ്പമാണ്, അല്ലെങ്കിലും ഇങ്ങനെയുള്ള ഈ നമ്പറുകളിലാണല്ലോ കൂടുതലായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അതിനകത്തൊരു അതിശയമൊന്നുമില്ല. ബേസിക്കായിട്ട് ഞാൻ 1-2 കണക്കുകൾ പറയാം. നമുക്ക് മുമ്പിലുള്ള രാജ്യങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ രാജ്യത്തെ ഏറ്റവും 1-ാം സ്ഥാനത്തായിട്ട് നിൽക്കുന്നത് അമേരിക്കയാണ്. എല്ലാവരും പറഞ്ഞ പോലെ 33 ട്രില്യൺ ആണ്, സംതിങ് 3.1 ട്രില്യൺ ആണ് അവിടുത്തെ GDP എന്ന് പറയുന്നത്. ആ ട്രില്യൺ നമ്മളത് എടുക്കുമ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഈ 33 ട്രില്യണോടൊപ്പം തന്നെ ബേസിക് എക്കണോമിക്സ് നമ്മൾ പഠിച്ചിട്ടുള്ളത് GDP അതിനേക്കാൾ പ്രധാനമാണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ഈ രാജ്യത്തെ ഓരോ ജനങ്ങൾക്കും എത്ര രൂപ കിട്ടുമെന്നുള്ളത്. ഇപ്പോൾ IMF ആണല്ലോ ഇവർ ആധികാരികമായിട്ട് എടുത്തത്. ഞാനിപ്പോൾ IMF.org എടുത്ത് നോക്കുമായിരുന്നു. വളരെ സിമ്പിളാണ്. ലോകത്ത് IMF.org എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഇപ്പം ഈ ദിവസത്തെ ഇന്നത്തെ ആയിട്ടുള്ള ഓരോന്നിൻ്റെയും ഗ്രോത്ത് റേറ്റും ഡീറ്റെയിൽസും നമുക്ക് കിട്ടും. അത് പ്രകാരം ഞാൻ ആ കണക്ക് നമ്മൾ നോക്കുമ്പോൾ 34 കോടിയാണ് അമേരിക്കയിലെ ജനസംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ആ കണക്ക് കൃത്യമായിട്ട് പറയാം. എക്കണോമിക്സ് ആണ് ഞാൻ പറയുന്നത്, ഞാൻ പൊളിറ്റിക്സ് പിന്നെ പറയാം, രാഷ്ട്രീയം രണ്ടാമത് പറയാം. എക്കണോമിക്സ് പറഞ്ഞാലേ ആളുകൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. അപ്പം 33.1 ട്രില്യൺ സമ്പദ് വ്യവസ്ഥ GDP ഉള്ള അമേരിക്കയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 34.01 കോടിയാണ്. ഓക്കെ, രണ്ടാമത് നമ്മൾ പറയുന്ന ചൈനയുടെ GDP എന്ന് പറയുന്നത് 21% ആണ്, 21 ട്രില്യനാണ്. മനസ്സിലായില്ലേ? ആ 21 ട്രില്യൺ അവർക്ക് 141 കോടി ജനസംഖ്യയുണ്ട്. ഇനി ജർമ്മനിയുടെ, നമ്മളിപ്പം അവരെയും കടത്തിവിട്ടു, ജർമ്മനിയെയും കടത്തിവിട്ടു എന്ന് പറയുന്ന ജർമ്മനിയുടെ GDP എന്ന് പറയുന്നത് 4.74 ട്രില്യൺ ആണ്. അവിടുത്തെ ജനസംഖ്യ 8.33 കോടിയാണ്. മനസ്സിലായില്ലേ? 8.33 ക്രോണാണ്. ഇനി ജപ്പാനിലേക്ക് വരുമ്പോൾ, ജപ്പാനിൽ അവർ പറയുന്നത് ജപ്പാനും ഏകദേശം ഇന്ത്യക്കോടൊപ്പം തന്നെയാണ്. നിലവിൽ ഇപ്പോൾ 4.19 ആണ് അവിടുത്തെ GDP. ഇന്ത്യയുടേതും 4.19 ആണ് അവിടുത്തെ GDP. ഇപ്പോൾ ഞാൻ പറയണത് എൻ്റെ കണക്കല്ല, ആസ് പെർ IMFൻ്റെ കണക്കാണ് ഞാൻ പറയണത്. ഇപ്പോൾ ശിവശങ്കർ അദ്ദേഹത്തിന് സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ചെക്ക് ചെയ്യാം, .org എടുത്ത് നോക്കി, IMF.org ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഓൾ ദ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിനകത്ത് രസകരമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അമേരിക്ക, ഈ ജപ്പാൻ, ഇപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന ഈ ജപ്പാൻ, നമ്മൾ അതിജീവിച്ചു എന്ന് പറയുന്ന ജപ്പാൻ്റെ ജനസംഖ്യ 12.45 കോടിയാണ്. മനസ്സിലായില്ലേ? ഈ 12.45 കോടി എന്ന് പറയുന്നതിനെ 4.19 അത് പറയുന്ന ട്രില്യനെ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പം
അവിടുത്തെ ആളുകളുടെ പെർ ക്യാപിറ്റ ഇൻകവും നമ്മുടെ ആളുകളുടെ പെർ ക്യാപിറ്റ ഇൻകവും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. $10,000 നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. അതേ സമയത്ത് ഇത് 70,000 കോടി ഡോളറാണ് അമേരിക്കയുടെ പെർ ക്യാപിറ്റ ഇൻകം. നമുക്ക് അമേരിക്കയുടെ അത്രയൊന്നും പോകണ്ട, ജപ്പാൻ്റെ ഇത് ഞാൻ പറഞ്ഞ കണക്ക് പ്രകാരം ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പം നമ്മൾ ഈ പറയുന്ന 4 ട്രില്യൺ എന്ന് പറയുന്ന സാധനം ഡിവൈഡഡ് ബൈ 143 crore എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഈ ഇതുകൊണ്ട് നമുക്ക് ഈ പറയാം എന്നുള്ളതല്ലാതെ ഇതിനകത്ത് വലിയ മെച്ചം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ മെച്ചം ഉണ്ടാവും. ആർക്കെന്നറിയാമോ? ആ മെച്ചം ഉണ്ടാകുന്ന ആർക്കാണെന്ന് തോമസ് പിക്കറ്റി പറഞ്ഞിട്ടുണ്ട്. ആ തോമസ് പിക്കറ്റി പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ദ ടോപ്പ് 1% ഓഫ് ഇന്ത്യ അവർ 22.6% ഓഫ് ദ നാഷണൽ ഇൻകം ആൻഡ് 40.1% ഓഫ് ദ ടോട്ടൽ അസറ്റ്സ് ഇൻ ഇന്ത്യ. ഇതാണ് അവസ്ഥ. ഞാൻ പറഞ്ഞു മനസ്സിലായ? അതായത് ഈ 145 കോടിയിലെ 1% ഈ രാജ്യത്തിൻ്റെ 22.60% കൈയാളുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗുണം ആകപ്പാടെ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇവിടുത്തെ അദാനിക്കും അംബാനിക്കും മാത്രമാണെന്നുള്ളതാണ്. അതിനെ നമ്മൾ ആഘോഷിക്കണമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ബേസിക് ആയിട്ടൊരു ചോദ്യം അതാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇപ്പോൾ ഇന്ത്യ ഏറ്റവും വലിയ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിലൂടെ കടന്നു പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഈ ട്രിക്കിൾ ഡൗൺ എന്ന് പറഞ്ഞൊരു പ്രോസസ്സുണ്ട്. അതായത് ആ ട്രിക്കിൾ ഡൗൺ തിയറി എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട് എക്കണോമിക്സിൽ. ഞാൻ എൻ്റെ ബേസിക് മാസ്റ്റേഴ്സ് സോഷ്യോളജിയിലാണെങ്കിലും ഞാൻ പഠിച്ച ഡിഗ്രി എക്കണോമിക്സ് ഇപ്പോഴും ഓർമ്മയുള്ള ചില സാധനങ്ങൾ ഞാൻ പറയുകയാണ്. അപ്പോൾ ഈ ട്രിക്കിൾ ഡൗൺ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അരിച്ചിറങ്ങുക എന്ന് മലയാളത്തിൽ പറയും. നമുക്കുള്ള GDP, അതായത് ഇപ്പോഴുള്ള ഈ 4 ട്രില്യൺ എന്ന് പറയുന്ന ആ എമൗണ്ട് ഉണ്ടല്ലോ, ആ പറയുന്ന ആ സമ്പദ് വ്യവസ്ഥ, ഇത് ഏറ്റവും താഴെ തട്ടിലേക്ക് അരിച്ചിറങ്ങാൻ നമുക്ക് സംവിധാനമില്ല എന്ന് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ 1% ഇത് മുഴുവൻ കൈയാളുന്നത്. ഇത് ഞാൻ പറഞ്ഞ തിയറി അല്ല, ഇറ്റ്സ് നോട്ട് മൈ തിയറി, ഇറ്റ്സ് തോമസ് പിക്കറ്റിയുടെ പുസ്തകം വായിച്ചു നോക്കുക. ദ എക്കണോമിക്സ് ഓഫ് ഇൻഇക്വാലിറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു പുസ്തകമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അത് ഇന്ത്യയെക്കുറിച്ച് മാത്രം, ലോകത്തെ ഒരുപാട് സമ്പദ് വ്യവസ്ഥകളെക്കുറിച്ച് അദ്ദേഹം പഠിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയെക്കുറിച്ച് മാത്രം അദ്ദേഹം പഠിച്ചിട്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, നമുക്ക് ഈ 4 ട്രില്യൺ എന്ന് പറയുന്നത് നമ്പർ പറഞ്ഞ ആളുകളെ പറ്റിക്കാമെങ്കിലും ഇതുകൊണ്ടുള്ള പ്രയോജനം സാധാരണക്കാരായിട്ടുള്ള ആളുകളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ തൊഴിൽ ഉണ്ടാകണം, തൊഴിൽ വർദ്ധിക്കണം. അതിനെന്ത് സംവിധാനമാണ് ഇവിടെ ഉള്ളത്? ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഡീമോണിറ്റൈസേഷനാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല. ഈ ഡീമോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഏറ്റവും അബദ്ധ പഞ്ചാംഗം നമ്മൾ വിശേഷിപ്പിക്കുന്ന ബ്ലണ്ടർ എന്ന് ഞാൻ പറഞ്ഞതല്ല, മൻമോഹൻ സിംഗ് പറഞ്ഞൊരു സാധനമാണ്. എന്താണ് ഓർഗനൈസ്ഡ് പ്ലണ്ടർ എന്ന് പറയുന്ന ആ സാധനം ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി, എക്കണോമിസ്റ്റ്, ലോകത്തിലെ എല്ലാവരും അംഗീകരിക്കുന്ന എക്കണോമിസ്റ്റായ ഡോക്ടർ മോഹൻ സിംഗ് പറഞ്ഞ ഓർഗനൈസ്ഡ് പ്ലണ്ടർ ആൻഡ് എ ബ്ലണ്ടർ. അങ്ങനെ ഒരു സാധനം വന്നതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുന്നില്ല. ബട്ട് ആസ് നമ്പേഴ്സ് വി ക്യാൻ ഷോ ദം. അതേസമയം ജപ്പാൻ ഈ പറയുന്നത് പോലെ, നിങ്ങൾ പറയുന്ന പോലെ അവരെ നമ്മൾ ഓവർടേക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ വെറും 12.5 കോടി ജനസംഖ്യയുള്ള ആളുകളുടെ പെർ ക്യാപിറ്റ ഇൻകം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. $10,000 ഒരു വർഷമുള്ള ഒരു ഇന്ത്യക്കാരനും 70,000 കോടി ഡോളർ ഒരു വർഷം കിട്ടുന്ന ജപ്പാൻകാരനെയും തമ്മിൽ ആ ജപ്പാനെ നമ്മൾ തോൽപ്പിക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഇക്കണോമിക്സ് പഠിച്ചിട്ടുള്ള ആളുകൾ പൊട്ടിച്ചിരിക്കും. മനസ്സിലായില്ലേ? പാവപ്പെട്ട ആളുകളെ നിങ്ങൾക്ക് പറ്റിക്കാം. കാരണം ഇങ്ങനെയുള്ള പല നമ്പറുകളും കാണിച്ചിട്ടാണല്ലോ പിടിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള സാധനത്തിലേക്ക് വരുമ്പോൾ ഇതൊന്നുമില്ലല്ലോ, വെറും ഈ ഉള്ളി തൊലിച്ച പോലെയാണ്. മനസ്സിലായില്ലേ? ഒന്നും ഉണ്ടാവില്ല അകത്ത്. അതുകൊണ്ട് ഐസൻ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതാണ്. നോക്കൂ, നിങ്ങൾ ഇങ്ങനെയുള്ള ഈ നമ്പറുകളിൽ പിടിക്കാതെ അടിസ്ഥാനപരമായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ പരിശോധിക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം രാജ്യത്തെ സ്മോൾ സ്കെയിലിൻ്റെ ഈ മോണിറ്റൈസേഷൻ വന്നപ്പോൾ ഇപ്പോൾ നിലവിലുള്ള എൻ്റെ കഴിഞ്ഞ തവണത്തെ എക്കണോമിക് റിവ്യൂ അല്ലെങ്കിൽ അതിൻ്റെ സർവേ റിപ്പോർട്ട് ഞാൻ നോക്കിയപ്പോൾ ആ സർവേ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന 63 ലക്ഷം സ്മോൾ സംവിധാനങ്ങൾ പൊട്ടിപ്പോയെന്നാണ്. 63 ലക്ഷം സംതിങ്. എനിക്ക് തോന്നുന്നു മോഹൻ വർഗീസ് സാറിന് അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാൻ പറ്റുമായിരിക്കും. 63 ലക്ഷം ആസ് പെർ ദി സർവേ റിപ്പോർട്ടാണ്. എൻ്റെ കണക്ക് പ്രകാരം ഒരു കുറഞ്ഞത് ഒരു 6 കോടിയെങ്കിലും പൂട്ടിപ്പോയിട്ടുണ്ടാവും. ഈ 6 കോടി ഈ ചെറുകിട സംരംഭങ്ങൾ രാജ്യത്ത് ഡീമോണിറ്റൈസേഷൻ കൊണ്ട് പൂട്ടിപ്പോയപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളിൽ പണമില്ലാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഈ 4 ട്രില്യൺ എന്ന് പറയുന്നത് രാജ്യത്തെ ജനങ്ങളെ രക്ഷപ്പെടുത്താനുള്ള ഒരു ലെവലിലേക്കാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, BJP സർക്കാർ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ട്രിക്കിൾ ഡൗൺ പ്രോസസ്സിനെ എത്രത്തോളം നിങ്ങൾക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ, ഈസി അല്ലെങ്കിൽ വേഗത്തിൽ ചെയ്യാൻ പറ്റുമോ ചെയ്യൂ. എങ്കിലേ ഈ 4 ട്രില്യൺ നമുക്കുള്ളത് കൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. എങ്കിലും നമ്മൾ രക്ഷപ്പെടില്ല. നമ്മളിവിടെ മോഹൻ വർഗീസ് സാറ് സന്തോഷം കൊണ്ടാണെന്ന് തോന്നുന്നു പറഞ്ഞത്, അദ്ദേഹം ജർമ്മനിയെ നമ്മൾ കടത്തിവെട്ടി, ചൈനയെ നമ്മൾ കടത്തിവിട്ടു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഈ GDP റേറ്റിൻ്റെ
അദ്ദേഹം കൺസിഡർ ചെയ്യണമെന്ന് എനിക്ക് സംശയമാണ്. കാരണം 22 ട്രില്യൺ, ജപ്പാന്റെ 22 ട്രില്യൺ നിൽക്കുന്ന സമയം, സോറി ചൈനയുടെ 22 ട്രില്യൺ നിൽക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഈ 4 ട്രില്യണിൽ നിന്ന് അതിലേക്ക് എത്തും. സ്വപ്നം കാണുന്നതിന് ഒരു കുഴപ്പമില്ല, നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്, നമുക്ക് അതിലേക്ക് എത്തട്ടെ ഞാനും ആഗ്രഹിക്കുന്നു, കാരണം എനിക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുമല്ലോ. പക്ഷേ പ്രശ്നം എന്താ, ദി 1%, ദ ടോപ്പ് 1% എന്ത് ചെയ്യുന്നു, ഈ രാജ്യത്തിൻ്റെ നല്ല ശതമാനം 40% രാജ്യത്തിൻ്റെ അസറ്റ്സ് അവരാണ് കൈകാര്യം ചെയ്യുന്നത്. അത് അവസാനിപ്പിക്കാൻ നമ്മൾ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ 4 ട്രില്യൺ കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. ഇനി താങ്കൾ ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, ഈ സയൻറ്റിഫിക് ആസ്പെക്ട്സ് ഒക്കെ. ഞാൻ പറയട്ടെ, നമ്മളിപ്പോഴും കഴിഞ്ഞ 9 വർഷത്തെ ഈ സർക്കാരിൻ്റെ പല കാര്യങ്ങളിൽ, എല്ലാ കാര്യത്തിലും ഞാൻ അവരെ വിമർശിക്കാറില്ല, ചില കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവായി പറയുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അതിനകത്ത് ഒന്ന് ഡിജിറ്റലൈസേഷൻ, അത് മോണിറ്ററി ഡിജിറ്റലൈസേഷൻ ഏറ്റവും നല്ല കാര്യമാണ്. എനിക്കതിനകത്ത് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ചില അഭിപ്രായങ്ങളൊക്കെ ആദ്യം ഞാൻ പറഞ്ഞിരുന്നുവെങ്കിലും പിൽക്കാലത്ത് ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഈ മോണിറ്ററി, നമുക്കറിയാമല്ലോ, ഇപ്പം ഗൂഗിൾ പേ അടക്കമുള്ള കാര്യങ്ങൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ചോദിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് നമ്മുടെ നാട്ടിൻപുറത്ത് ഈ പോപ്പുലേഷൻ്റെ കാര്യത്തിനകത്ത് നമ്മുടെ സ്റ്റാൻഡ് എന്താണ്? ഇപ്പോൾ നമ്മളിപ്പം ഞാനും ശിവശങ്കറും അതോടൊപ്പം തന്നെ ഡോക്ടർ മോഹൻ വർഗീസും എല്ലാം കേരളത്തിൽ താമസിക്കുന്നു. നമ്മൾ ഈ പോപ്പുലേഷനെ കുറച്ചു കൊണ്ടുവരാൻ എന്ത് ചെയ്തു? ഈ പോപ്പുലേഷൻ അടിസ്ഥാനത്തിൽ രാജ്യത്തെ സാമ്പത്തിക കാര്യങ്ങളെ ഇപ്പോൾ BJP സർക്കാർ ഡിവൈഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ സാമ്പത്തിക പോപ്പുലേഷനുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പണം കൊടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഇവിടെ ഈ സൗത്ത് ഇന്ത്യയിലെ സ്റ്റേറ്റുകൾ മുഴുവൻ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പോപ്പുലേഷൻ പോളിസിയെ ഉൾക്കൊണ്ടുകൊണ്ട് പോപ്പുലേഷൻ റെഡ്യൂസ് ചെയ്ത്, ഈവൻ പത്തനംതിട്ടയിലെ നെഗറ്റീവ് പോപ്പുലേഷനാണ് ഇല്ലേ, ആ നെഗറ്റീവ് പോപ്പുലേഷനുള്ള പത്തനംതിട്ടയിൽ നമ്മളിപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന ഈ തീരുമാനത്തിന് എന്ത് അടിസ്ഥാനമാണുള്ളത്? അപ്പം നമ്മൾ ഈ ഒരു ഫെഡറൽ സിസ്റ്റമാണെന്ന് നമുക്കറിയാമല്ലോ. ആ ഫെഡറൽ സിസ്റ്റത്തിനകത്ത് ഇങ്ങനെ ചെയ്തിട്ടുള്ള സംസ്ഥാനങ്ങൾക്കൊന്നും പണം കിട്ടുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അപ്പം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്താണ് നമ്മുടെ നിലപാട്? ഇനി സയൻറ്റിഫിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിന് കൂടുതൽ പണം ചിലവഴിക്കണം, മിലിറ്ററിക്ക് കൂടുതൽ പണം ചിലവഴിക്കണം, ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചെന്താണ്, മിലിറ്ററിക്ക് പണം ചിലവഴിക്കുന്നില്ല. മിലിറ്ററിക്ക് ഇപ്പം ഈ സംഭവത്തിന് ശേഷം, നമ്മുടെ ഈ പഹൽഗാം സംഭവത്തിന് ശേഷം മിലിറ്ററിക്ക് കൂടുതലായിട്ട് പണം അനുവദിച്ചു. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളെയും ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെയും തെറ്റായിട്ടല്ല എടുക്കേണ്ടത്. അതിനകത്ത് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ ആ കണ്ടന്റിനെ സ്വീകരിക്കുക. അങ്ങനെ ഒരു അതുകൊണ്ടാണ് ഞാൻ ആദ്യം പൊളിറ്റിക്സ് പറയാതെ ഞാൻ കണക്കുകൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കണക്കുകൾ IMFന്റെ കണക്കുകളാണ്. ആ IMFന്റെ കണക്കുകൾ പ്രകാരമാണെങ്കിൽ 4 ട്രില്യൺ എന്ന് നമുക്ക് ആ നമ്പർ വെച്ച് നമുക്ക് ജപ്പാനെ കീഴടക്കാമെങ്കിലും ഈ ജപ്പാൻ്റെ പോപ്പുലേഷനുമായി നമ്മളിതിനെ താരതമ്യപ്പെടുത്തുമ്പോൾ, നമ്മുടെ പോപ്പുലേഷനുമായിട്ട് നമ്മുടെ ഈ 4 ട്രില്യനെ താല്പര്യപ്പെടുത്തുമ്പോൾ ഈ കടലിൽ കായം കലക്കുക എന്നോ അങ്ങനെ എന്തോ ഒരു ചൊല്ലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാധനമായിട്ടാണ് ഈ 4 ട്രില്യനെ ഞാൻ വ്യക്തിപരമായിട്ട് കാണുന്നത്.